ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയുടെ 50-ാം എപ്പിസോഡിലേക്ക് ഏവരെയും നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. അനേക ആയിരങ്ങൾക്ക് പ്രത്യാശ നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വേദവാക്യമാണിത്. നമ്മുടെ മുൻപിൽ പ്രതീക്ഷയുടെയും അവസരങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ വാതിൽ തുറക്കുന്ന വലിയവനായ ദൈവത്തിന്റെ അദൃശ്യമായ കരുതൽ വർണ്ണനാതീതമാണല്ലോ. കടുത്ത നിരാശയിലും സാമ്പത്തിക പ്രതിസന്ധികളിലും രോഗത്തിന്റെ കടന്നാക്രമണങ്ങളിലും ഉറ്റ സുഹൃത്തുക്കളുടെ അപ്രതീക്ഷിതമായ ചതിപ്രയോഗങ്ങളിലും ഒക്കെ നമ്മുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന ജീവിതയാത്രയുടെ വാതിലുകളിൽ കരുണയുടെയും ആശ്വാസത്തിന്റെയും കരുതലിന്റെയും തുറക്കപ്പെട്ട വാതിലായി കർത്താവ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന മനോഹരമായ ചിത്രമാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല എന്ന്. ദൈവം തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കുവാനോ ദൈവം അടയ്ക്കുന്ന വാതിൽ ആർക്കും തുറക്കുവാനോ സാധ്യമല്ല. വെളിപാട് പുസ്തകത്തിൽ ഫിലാഡൽഫിയയിലെ സഭയോട് പറയുന്ന ദൂതിലാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ ഈ പ്രത്യാശ നിർഭരമായ അനുഗ്രഹ സന്ദേശം നാം കാണുന്നത്. ഫിലാഡൽഫിയ സഭയിൽ കണ്ട 3 നന്മകളാണ് അവരുടെ മുൻപിൽ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാൻ കാരണമായി തീർന്നത്. ഒന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്നതാണ്. ഇത് സന്തോഷത്തോടെ ദൈവം പറയണമെങ്കിൽ ആ പ്രവൃത്തിയുടെ പിന്നിലെ നിഷ്കളങ്കത നാം തിരിച്ചറിയണം. ദൈവം അറിയുന്നു, ദൈവം കാണുന്നു എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന ഏത് പ്രവൃത്തിയും ആ പ്രവൃത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നവയായിരിക്കും. നമ്മുടെ പ്രവൃത്തി ദൈവത്തിന്റെ സാക്ഷി നേടുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. രണ്ടാമത്, നീ എൻ്റെ വചനം കാത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. വചനം കാത്തു എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ദൈവവചനം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്, അനുസരിക്കുന്നവരത്രേ എന്ന് റോമാലേഖനം 2:13 പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം വചനം കേൾക്കുന്നവരും വചനം വായിക്കുന്നവരും എന്നൊക്കെ അഭിമാനിക്കുന്നു. എന്നാൽ ഫിലാഡൽഫിയയിലെ സഭ ദൈവവചനം അനുസരിക്കുന്നതാണ് അവരുടെ പ്രത്യേകത. മൂന്നാമത്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള നിന്റെ വചനം, എൻ്റെ വചനം നീ അനുസരിച്ചു എന്നതാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നന്മ. പ്രതിസന്ധികളുടെയും വേദനകളുടെയും മധ്യത്തിൽ വിട്ടുപിരിയാത്ത ദൈവസ്നേഹത്തിൽ സഹിഷ്ണുതയോടെ അവയെ നേരിടുന്ന മനോധൈര്യം ഈ സഭയുടെ നന്മയായി എടുത്ത് പറഞ്ഞിരിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യമാണിത്. ഇപ്രകാരം നന്മകൾ നിറഞ്ഞ സഭകൾക്കും വ്യക്തികൾക്കും ആണ് ഈ അനുഗ്രഹത്തിന്റെ സന്ദേശം. അതായത്, ഞാൻ നിന്റെ മുൻപിലൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ എന്നത്. ഒന്നാമത്, ഈ വാതിൽ അവസരങ്ങളുടെ വാതിലാണ്. ജീവിതത്തിൽ എനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ വളരുവാനും ഉയരുവാനും കഴിയുന്നില്ല എന്നിങ്ങനെ സ്വയം നിരാശയിൽ പരിതപിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിലുണ്ടല്ലോ. അവരുടെ മുൻപിൽ പ്രത്യാശയുടെ ധൈര്യവുമായി കടന്നു വരുന്നവനാണ് നമ്മുടെ ദൈവം. ഏതാനും മാസങ്ങൾക്ക് മുൻപുള്ള മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ജന്മന 2 കൈകളും ഇല്ലാതെ പിറന്നു വീണ ജെസിക്ക കോക്സ് എന്ന ഫിലിപ്പൈൻസുകാരിയായ പെൺകുട്ടിക്ക് 25-ാമത്തെ വയസ്സിൽ വിമാനം പറപ്പിക്കാനുള്ള ലൈസൻസ് കിട്ടിയിരിക്കുന്നെന്നായിരുന്നു ആ വാർത്ത. ആകാശത്ത് പറക്കുന്ന വിമാനം 2 കൈകളുമില്ലാത്ത പെൺകുട്ടിയെ കൊണ്ട് പറപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചാൽ അതാർക്കും തടയുവാൻ കഴിയുകയില്ല. ആ പെൺകുട്ടിയുടെ ആത്മധൈര്യവും ദൃഢനിശ്ചയവും നിരന്തര പരിശ്രമങ്ങളും ഒക്കെ അതിന് കാരണമായിട്ടുണ്ടെങ്കിലും അസാധ്യമായി ഒന്നുമില്ലാത്തവനായ ദൈവത്തിന്റെ അനന്ത സാധ്യതകളുടെ വാതിലാണ് അവിടെ തുറക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. ദൈവം എല്ലാവരുടെയും മുൻപിൽ അവരവരുടെ സാധ്യതകളെ തുറന്നു വയ്ക്കുന്നവനാണ്. നമ്മുടെ സാധ്യതകളെ നാം കണ്ണു തുറന്ന് കണ്ടുപിടിച്ച് വിനിയോഗിച്ചാൽ മാത്രം മതി. വിഖ്യനായ മോശയും കാട്ടിൽ ആടിനെ തീറ്റി നടന്ന ദാവീദും കടലിൽ മീൻ പിടിച്ച് നടന്ന പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം അതിൻ്റെ നല്ല ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നുവല്ലോ. രണ്ടാമത്, ഈ വാതിൽ സുവിശേഷീകരണത്തിന്റെ വാതിലാണ്. ഓരോ വ്യക്തിക്കും ഒരു സുവിശേഷീകരണ ദൗത്യം ഈ ലോകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന അനവധിയായ നന്മകൾ ഓരോ ആളിനോടെങ്കിലും ഒരു ദിവസം പറയുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മെ ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ ഒരു തരത്തിലൊരു സുവിശേഷീകരണത്തിന്റെ വാതിൽ നമ്മുടെ മുൻപിൽ കർത്താവ് തുറന്നു വയ്ക്കുകയാണ്. ആ വാതിൽ ഫലപ്രദമായി നമുക്ക് തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ കാണുവാനും അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കട്ടെ. മൂന്നാമത്, നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ
മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാതിലാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ചില വ്യക്തികൾ ചിലരെ സ്നേഹിക്കും, ചിലരെ വെറുക്കും. നമുക്കിഷ്ടമല്ലാത്തവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ കഴിയാത്തവരാണ് നമ്മിൽ ഭൂരിപക്ഷവും. എന്നാൽ ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ പഠിപ്പിച്ച കർത്താവ് എല്ലാവരോടും സ്നേഹവും സൗഹൃദവും പങ്കുവെച്ച് ക്രിസ്തീയ കൂട്ടായ്മയിൽ വളരുവാൻ നമ്മെ ഉപദേശിക്കുന്ന സന്ദേശമാണ് ഈ വാചകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആരാലും അടയ്ക്കുവാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ അവസരങ്ങളുടെയും വാതിൽ കർത്താവ് നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് തുറന്ന മനസ്സോടുകൂടി കണ്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.